ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസംബ്ലർ എന്ന ലാംഗ്വേജ് പ്രോസസ്സറിനെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ലേറ്റ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ലാംഗ്വേജ് പ്രോസസ്സർ ഓർ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ. അതായത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെങ്കിൽ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്രോസസ്സർ 3 ടൈപ്പാണ് ഉള്ളത്. ഫസ്റ്റ് വൺ അസംബ്ലർ, ദെൻ സെക്കൻഡ് വൺ കമ്പൈലർ ആൻഡ് ഇന്റർപ്രറ്റർ. അതിലെ അസംബ്ലറിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അസംബ്ലർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് കൺവേർട്സ് അസംബ്ലി ലാംഗ്വേജ് ഇൻടു മെഷീൻ ലാംഗ്വേജ് 1/1 ട്രാൻസ്ലേഷൻ. അതായത് അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സറാണ് അസംബ്ലർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കണ്ടില്ലേ? സോഴ്സ് കോഡ് അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ അസംബ്ലർ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് കോഡ് അതായത് മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് അസംബ്ലർ കൺവേർട്ട് ചെയ്യും. അസംബ്ലി ലെവൽ പ്രോഗ്രാം ഇൻ വിച്ച് ദി പ്രോഗ്രാമേഴ്സ് ആർ റൈറ്റിംഗ് ദി പ്രോഗ്രാം ഈസ് കോൾഡ് ആസ് സോഴ്സ് കോഡ് ആൻഡ് ദി അസംബ്ലർ വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ദി ഒബ്ജക്റ്റ് കോഡ്. അതായത് അസംബ്ലി ലെവൽ ലാംഗ്വേജ് അല്ലെങ്കിൽ സോഴ്സ് കോഡിനെ അസംബ്ലർ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് അസംബ്ലർ കൺവേർട്ട് ചെയ്യും. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ? സോഴ്സ് കോഡ് അല്ലെങ്കിൽ അസംബ്ലി ലെവൽ ലാംഗ്വേജ് ഈസ് ദ ഇൻപുട്ട് ഫോർ ആൻ അസംബ്ലർ ആൻഡ് മെഷീൻ ലെവൽ ലാംഗ്വേജ് ഈസ് ദ ഔട്ട്പുട്ട് ഫോർ ആൻ അസംബ്ലർ. Then it use the symbols code mnemonics in place of machine code. It takes basic commands and operations from assembly code and converts them binary code. അതായത് അസംബ്ലി ലാംഗ്വേജിലെ സിംബൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സിംബൽസിനെ ന്യൂമോണിക്സ് എന്ന് പറയും. മെഷീൻ കോഡിലെ ഡാറ്റാസ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ 1001 എന്ന ഫോമിലാണ് ഉണ്ടാവുക. അതുപോലെ അസംബ്ലി ലാംഗ്വേജിൽ ന്യൂമോണിക്സ് ഫോമിലുമായിട്ടാണ് ഉണ്ടാവുക. ന്യൂമോണിക്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് സിംബൽസ് കോഡ് അത് യൂസ് ചെയ്യും. അതായത് ഇവിടെ കാണിച്ചിട്ടുള്ളത് പോലെ അസംബ്ലി ലാംഗ്വേജ് മൂവ് എ ബി, ആഡ് എ ബി. ദെൻ മെഷീൻ ലാംഗ്വേജിലെ 1010 എന്ന ഫോമിലുമാണല്ലോ കൊടുത്തിട്ടുള്ളത്. സോ 0110 എന്ന രൂപത്തിലൊക്കെ എഴുതുന്നതിനേക്കാൾ നമുക്ക് മനസ്സിലാവുക ഈ മൂവ് എ ബി, ആഡ് എ ബി എന്നൊരു കോഡുകൾ യൂസ് ചെയ്യുമ്പോഴാണ്. അതായത് മൂവ് എ ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള ഡാറ്റയെ എയിലേക്ക് മൂവ് ചെയ്യുക എന്നതാണ് മൂവ് എ ബി എന്ന ഇൻസ്ട്രക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ആഡ് എ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള ഡാറ്റയെ ആഡ് ചെയ്യുക, എന്നിട്ടത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യുക. അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസിനും ഓരോ മീനിങ് ഉണ്ട്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഇതുപോലുള്ള ഈ മൂവ് എ ബി, ആഡ് എ ബി ഒക്കെ പോലുള്ള ഒരു ന്യൂമോണിക്സ് കോഡ് വെച്ചിട്ടായിരിക്കും. എന്നാൽ മെഷീൻ ലാംഗ്വേജിലുള്ളത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജ്, അതായത് ബൈനറി ലാംഗ്വേജ് ആയിരിക്കും. സോ ഈ അസംബ്ലി ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക്, അതായത് ബൈനറി ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുക, അതിനുവേണ്ടി നമ്മളൊരു പ്രോഗ്രാം യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനെയാണ് അസംബ്ലർ എന്ന് പറയുന്നത്.